കപ്പൽ വിഴിഞ്ഞം വിടരുത്. MSC കമ്പനിക്ക് തിരിച്ചടി നേരിടുന്ന ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. MSC ഇപ്പോൾ കപ്പൽ വിഴിഞ്ഞം വിടരുത് എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. ശ്യാം ദേവരാജ് നമുക്കുണ്ട്. ശ്യാം ദേവരാജ്, വിഴിഞ്ഞത്ത് ഈ കമ്പനിയുടെ കപ്പൽ പിടിച്ചു വെക്കാനുള്ള നിർദ്ദേശമാണോ തുറമുഖ അധികൃതർക്ക് ഹൈക്കോടതി കൊടുക്കുന്നത്? മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിയുടെ MSC മാൻസ F എന്ന കപ്പലിനാണ് കപ്പൽ പിടിച്ചു വെക്കണമെന്നതാണ്, അത് വിഴിഞ്ഞത്ത് തടഞ്ഞു വെക്കണമെന്നാണ് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. തുറമുഖ അധികൃതർക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഇക്കാര്യത്തിൽ സജി സുരേന്ദ്രൻ എന്ന സംരംഭകൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. ജസ്റ്റിസ് അബ്ദുൽ ഹക്കീം MA അബ്ദുൽ ഹക്കീം അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ രീതിയിലുള്ള ഒരു നിർദ്ദേശവും നൽകിയത്. കാരണം ഇത് സംബന്ധിച്ച ഈ ഷിപ്പുമായി ബന്ധപ്പെട്ട് കപ്പലുകളുമായി ബന്ധപ്പെട്ട് വ്യാപാര കപ്പലുകളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാനുള്ള അധികാരം, തീരുമാനമെടുക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കാണ്. അതുകൊണ്ടാണ് സജി സുരേന്ദ്രൻ എന്നയാൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അഡ്മിറാലിറ്റി സ്യൂട്ടാണ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിലാണ് ജസ്റ്റിസ് MA അബ്ദുൽ ഹക്കീം അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തീരുമാനമെടുക്കുന്നത്. ഇടക്കാല ഉത്തരവ് നൽകുന്നത് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിക്ക്, കപ്പൽ കമ്പനിക്ക് തിരിച്ചടിയാകുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ MSCയുടെ മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ തടഞ്ഞു വയ്ക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. മാൻസ F എന്ന കേസ് തുടരുകയാണ്. ഈ കേസിന്റെ കാര്യത്തിൽ കപ്പൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇനി കൃത്യമായ നടപടിക്രമങ്ങൾ അത് ഉടൻ തന്നെ ഉണ്ടായേ പറ്റൂ. അതിന് ഒരു പ്രതിരോധം എന്ന രീതിയിൽ അവരുടെ തന്നെ മറ്റൊരു കപ്പൽ വിഴിഞ്ഞത്ത് പിടിച്ചു വെക്കണം എന്ന തുറമുഖ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സ്വാഭാവികമായും കപ്പൽ കമ്പനിക്ക് എന്താണോ ഇവിടെ നിയമപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് അതിനനുസരിച്ചുള്ള പ്രതികരണത്തിലേക്ക് പോകേണ്ടി വരും. അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയല്ലേ കോടതി ഇപ്പോൾ ചെയ്തത്? ശ്യാം ദേവരാജ്, അങ്ങനെ തന്നെയാണ്. അതായത് MSCയുടെ കപ്പൽ ആണ്, മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിയുടെ കപ്പലാണ് കേരള തീരത്ത് നേരത്തെ മുങ്ങിയത്. അതുവഴി പരിസ്ഥിതിക്ക് വലിയ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിരുന്നു. കേരളത്തിന്റെ തീരപ്രദേശത്തടക്കം അതിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ അടിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു. ഇത് തീരപ്രദേശത്തും സമുദ്ര പരിസ്ഥിതിക്കും വലിയ ആഘാതമുണ്ടായി. ഇക്കാര്യത്തിലാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സജി സുരേന്ദ്രൻ എന്നയാൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ഈ MSCയുടെ മറ്റൊരു കപ്പലായ മാൻസ F വിഴിഞ്ഞം തീരം വിടരുത് എന്ന നിർദ്ദേശം നൽകിയത്. നിലവിൽ വിഴിഞ്ഞം തുറമുഖത്താണ് ഈ കപ്പലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തുറമുഖ അധികൃതർക്ക് ഈ നിർദ്ദേശം ഹൈക്കോടതി നൽകുകയും ചെയ്തിരിക്കുന്നത്. MSC മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിക്ക് വലിയ തിരിച്ചടിയാകുന്ന നിലപാടാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ആ രീതിയിലുള്ളൊരു ഇടക്കാല നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ ഹർജിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പുറത്തു വരേണ്ടതുണ്ട്. കാരണം 18 ദിവസം മുമ്പാണ് MSC എൽസ 3 എന്ന മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിയുടെ കപ്പൽ കേരള തീരത്ത് മുങ്ങിയത്. ഇതിൽ നിന്ന് നിരവധിയായ കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് അടിയുകയും ചെയ്തിരുന്നു. വലിയ പരിസ്ഥിതിക്കടക്കം വലിയ നാശനഷ്ടമുണ്ടായിരുന്നു. മാത്രമല്ല മത്സ്യബന്ധനത്തെ അടക്കം ഗൗരവതരമായ രീതിയിൽ ബാധിക്കുകയും ചെയ്തിരുന്നു. അത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചാണ് ഈ ഹർജി നൽകിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇത്തരം ഹർജി അഡ്മിറാലിറ്റി സ്യൂട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ അഡ്മിറാലിറ്റി സ്യൂട്ട് നൽകുമ്പോൾ അക്കാര്യത്തിൽ നടപടിയെടുക്കാനുള്ള അധികാരം കേരള ഹൈക്കോടതിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇതിന്മേൽ ഇടക്കാല ഉത്തരവിറക്കിയത്. MSC മാൻസ F എന്ന കപ്പലാണ് തടഞ്ഞു വയ്ക്കുന്നത്. വിഴിഞ്ഞം തീരം വിടരുത് എന്നാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന ഇടക്കാല ഉത്തരവ് നിർദ്ദേശം. ഓക്കെ, MSC മാൻസ എന്ന കപ്പലാണ് പിടിച്ചുവെക്കുന്നത്. ശ്യാം ദേവരാജ് തുടരൂ. നമുക്കൊപ്പം TV പ്രസാദ് കൂടിയുണ്ട്. TV പ്രസാദ്, വിഴിഞ്ഞം തുറമുഖ അധികൃതർക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് കണ്ടെയ്നറുകൾ ഒഴുകി നടന്ന പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കിയ MSC എൽസ കപ്പൽ മുങ്ങിയതിൽ കടുത്ത നടപടിയിലേക്ക് കോടതി കടന്നിരിക്കുകയാണ്. എങ്ങനെ വേണം ഈ സാഹചര്യത്തെ കാണാൻ പ്രസാദ്? കർശന നടപടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് സുജിയ. ഇതിൻ്റെ കുറച്ച് പിറകിലൂടെയുള്ള സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കണം. കാരണം നേരത്തെ ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് കേസ് പോലും എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് നേരത്തെ എത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. നേരത്തെ ഇപ്പോൾ സുജിയ പറഞ്ഞതുപോലെ കണ്ടെയ്നറുകൾ വ്യാപകമായി നമ്മുടെ തീരത്തേക്ക് അടിയുകയും നമ്മുടെ ആലപ്പുഴയ്ക്ക് ഇങ്ങോട്ടേക്കുള്ള തീരത്ത് വ്യാപകമായി അടിഞ്ഞതുകൊണ്ടുള്ള പാരിസ്ഥിതിക ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങ് തിരുവനന്തപുരം അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് പോലും ഇതിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. അന്ന് അടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോഴും
തീരത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിലാണ് ഇപ്പോൾ കോടതി കർശനമായ നിലപാടുമായി മുന്നോട്ട് വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് അതേ കമ്പനിയുടെ MSC മാനസ എന്ന് പറയുന്ന കമ്പനിയുടെ മറ്റൊരു കപ്പൽ അത് പിടിച്ചു വയ്ക്കണം എന്ന് പറയുന്ന ആവശ്യം എന്ന് പറയുന്ന നിർദ്ദേശം യഥാർത്ഥത്തിൽ ആ കമ്പനിക്കത് വലിയ തിരിച്ചടിയാണ്, ഒപ്പം സർക്കാരിനും വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ കേസ് പോലും എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എടുത്തത് വലിയ വിവാദമായിരുന്നു. പിന്നാലെയാണ് ഇന്നലെ വളരെ പെട്ടെന്ന് കേസെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലും എത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. വലിയ ബുദ്ധിമുട്ട് നമ്മുടെ തീരദേശത്ത് എമ്പാടുമുണ്ടായി. ഇത്ര വലിയ ഒരു സംഭവം കടലിൽ നടന്നിട്ട് പോലും അതിൽ കൃത്യമായ ഒരു നടപടിയെടുക്കാൻ അന്ന് സർക്കാർ തയ്യാറായിട്ടില്ല. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വലിയ വലിയ കണ്ടെയ്നറുകൾ വീണതുകൊണ്ടും അതിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് തന്നെ ദോഷമുണ്ടാക്കുന്ന വസ്തുക്കളും ഉണ്ടായിട്ട് കൂടി കൃത്യമായ ഒരു ഇടപെടലിലേക്ക് പോയിട്ടില്ല. ഈ കമ്പനിയുടെ കപ്പൽ പിടിച്ചു വയ്ക്കാനുള്ള തീരുമാനം യഥാർത്ഥത്തിൽ അത് സർക്കാരിനുള്ള തിരിച്ചടി കൂടിയാണ് സുജയ. കാരണം കപ്പൽ കമ്പനിയിൽ നിന്ന് ഇനിയിപ്പോൾ നഷ്ടപരിഹാരം ഈടാക്കണമെങ്കിൽ സ്വാഭാവികമായി ഈ നടപടി ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. വിഴിഞ്ഞത്തെ കപ്പൽ അത് ഇനി അവിടെ നിന്ന് പോകാൻ അനുവദിച്ചുകൂടാ എന്നുള്ള നിർദ്ദേശം ഉറപ്പായും ഇനി അങ്ങോട്ടേക്കുള്ള നിയമ നടപടിയിൽ അത് വലിയ സഹായകമാകും എന്നതാണ്. കാരണം നഷ്ടപരിഹാരം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നഷ്ടപരിഹാരം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം കിട്ടേണ്ട ഒരു സംഭവമാണ് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. മാത്രമല്ല സുജയ, ഇതിൽ ഒരുപാട് ദുരൂഹതകൾ നേരത്തെ തന്നെ ആരോപിക്കപ്പെട്ടുള്ളതാണ്. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയനും അതുപോലെ തന്നെ മറ്റ് ചില പരിസ്ഥിതി സംഘടനകളും ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. 28 വർഷം പഴക്കമുള്ള കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ലത്തീൻ രൂപത അടക്കം യൂജിൻ പെരേര റിപ്പോർട്ടറിനോട് തന്നെ പലതവണ സംസാരിച്ചതാണ്. ഈ കപ്പൽ ഇക്കാര്യത്തിൽ ടി വി പ്രസാദ് നമുക്ക് ഇനിയിപ്പോൾ കേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കൂടി കൂടുതലായി ഒന്ന് കടക്കേണ്ടതുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ MSC എൽസ 3 മുങ്ങിയതിൽ മാൻസ പിടിച്ചുവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. MSC കപ്പൽ കമ്പനിക്ക് ഒരു തിരിച്ചടിയാകുന്ന നീക്കം തന്നെയാണ്. MSC എൽസ 3 എന്ന കപ്പലാണ് മുങ്ങിയത്. അതൊരു കപ്പൽ മുങ്ങുക മാത്രമല്ല, അതിലെ അപകടകരമായ വസ്തുക്കളൊക്കെയുള്ള കണ്ടെയ്നറുകളടക്കം കേരള തീരത്ത് ഒഴുകി നടന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യസമ്പത്തിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നാട്ടുകാർക്കാകെ പേടിയുണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ അന്ന് ഉണ്ടാക്കിയതാണ്. അതിന് ഇപ്പോൾ കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ സർക്കാർ ഇനി കൊടുക്കാൻ പോകുന്ന കേസുകൾ സംബന്ധിച്ച് ഇപ്പോൾ നഷ്ടപരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ ഒരു സിവിൽ കേസ് നൽകേണ്ടതുണ്ടല്ലോ ടി വി പ്രസാദ്. അഡ്മിറാലിറ്റി ആക്ട് അനുസരിച്ച് ഒരു സിവിൽ കേസ് സംസ്ഥാന സർക്കാരാണ് നൽകേണ്ടത്. ഹൈക്കോടതിയിൽ അതിനൊരു ഹർജി നൽകണം. അതിനായി സർക്കാർ നടത്തേണ്ടത് തീരദേശത്തുണ്ടായിരിക്കുന്ന നഷ്ടം, പാരിസ്ഥിതിക ആഘാതം, ഇതൊക്കെ പരിശോധിച്ച കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കമ്മിറ്റികളുടെയൊക്കെ പ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? റിപ്പോർട്ട് ഉടൻ ഉണ്ടാകുമോ? അഡ്മിറാലിറ്റി ആക്ട് അനുസരിച്ചുള്ള കേസ് എപ്പോൾ ഹൈക്കോടതിയിൽ കൊടുക്കും സർക്കാർ? അതാണ് അറിയേണ്ടത് ടി വി പ്രസാദ്. സുജയ, ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ അഡ്വക്കേറ്റ് ജനറലിന് നൽകി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിശദീകരണം. ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു വിശദീകരണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ AGക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ടും എന്തിനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നത് എന്നൊരു ആശങ്ക സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും കേസെടുക്കുന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു മെല്ലെപ്പോക്ക് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ FIR രജിസ്റ്റർ ചെയ്തതോടുകൂടി മറ്റ് നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ അതിവേഗം കടക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു തിരിച്ചടി എന്നോളം ഒരു വാർത്ത പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. അതിനെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ എതിർക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യം, അതായത് FIR എടുത്തു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ നിയമ നടപടികൾ